മിഴികൾ നിറയുമ്പോൾ മഴവില്ലാതിടിയും മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സുഖമായി തീർന്നിടും ദുഃഖമകന്നിടുവാൻ പ്രാർത്ഥിച്ചിടണമേ പാപമകന്നിടുവാൻ യാചിച്ചിടണമേ ദുഃഖമകന്നിടുവാൻ പ്രാർത്ഥിച്ചിടണമേ പാപമകന്നിടുവാൻ യാചിച്ചിടണമേ അമ്മേ എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ എന്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതുപോലെ തന്നെ ഒരു സാക്ഷ്യമാണ് ഈ ആഴ്ചത്തെ നല്ലൊരു സാക്ഷ്യമാണ്. ഈ 2 ഡോക്ടർമാരുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു. ഡോക്ടർമാർ രണ്ടുപേരും ഇവിടെ രാജഗിരിയിലെ ഡോക്ടർമാരാണ്. രാജഗിരിയിലെ ഡോക്ടർമാർക്ക് നല്ല ആശുപത്രിയാണ്, നല്ല ശമ്പളം കിട്ടും. അപ്പോൾ അവർക്ക് പക്ഷേ കുറേ നാൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ അച്ഛന്മാരാണെങ്കിലും ഒരു പള്ളിക്കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ 5 കൊല്ലം കഴിയുമ്പം പിതാക്കന്മാർ മാറ്റുമല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഒരു റിലീവിങ് എടുക്കാൻ തോന്നും നമുക്ക്. കാര്യം അവിടെ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അപ്ഡേഷൻസ് വേണമെന്ന് തോന്നും. നിങ്ങൾക്കത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അവർ 5 കൊല്ലം വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കോടികൾ വിലയുള്ളതാണ് പുതിയ ഉപകരണങ്ങളെല്ലാം. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽമാർക്കും അഫോർഡബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ പഠിച്ചിട്ടുള്ള ആൾക്കാർ അവർ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അപ്ഡേഷൻസിന് വേണ്ടി അവർ അതിനൊക്കെ ഉയർന്ന ആശുപത്രിയിലോട്ട് പോകും. ചിലപ്പോൾ ശമ്പളം കൂടും, അതുപോലെ തന്നെ പുതിയ ഉപകരണങ്ങൾ അവിടെ വരും. അപ്പോൾ അത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ബിബിനും ജോസും കൂടി അവിടെ നിന്ന് രണ്ടുപേരും ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണവരാണ്. അവർ പറഞ്ഞു നമുക്കൊന്ന് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്താലാ. അപ്പം അവർ ചേഞ്ച് ചെയ്ത് ഇവിടെ രാജഗിരിയിൽ നിന്ന് രാജിവെച്ച് അവർ മലേഷ്യയിലോട്ട് പോയി. അവർക്ക് ഇൻ്റർവ്യൂ കിട്ടി, അവരവിടെ ചെന്നു. അവർക്ക് വിസ കിട്ടി, അവരവിടെ ചെന്നു. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ലോക്കൽ നിയമങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ ഒരു സെറ്റപ്പൊന്നും അവിടെ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് ജോലി കിട്ടാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഇവർ ഈ ഓരോ CV ഇല്ലാത്ത ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ദുബായിലൊക്കെ പോയി നിന്നിട്ട് നമ്മുടെ ആൾക്കാർ പിള്ളേർ അവിടെ പോയി നിന്നിട്ട് ഏതെങ്കിലും ആൻറ്റിയുടെ അങ്കിളിൻ്റെയൊക്കെ കൂടെ നിന്നിട്ട് ആണല്ലോ അവർ എല്ലായിടത്തേക്കും CV അയക്കണത്. അയക്കുമ്പോൾ അവരെ കോൾ ഫോർ ചെയ്യും. പിന്നെ അവിടെ പോയി നമ്മൾ ഇൻ്റർവ്യൂ എടുക്കും. പിന്നെ കമ്പനി നമുക്ക് വിസ അയച്ചു തരും. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാം. വിസിറ്റ് വിസ എടുത്ത് പോയി കഴിഞ്ഞാൽ വിസിറ്റ് വിസ എടുത്തിട്ട് 10-25 ദിവസം നിന്നിട്ട് ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഈ വിസിറ്റ് വിസ എടുത്ത് പോയെങ്കിലും കമ്പനികളൊന്നും ഇൻ്റർവ്യൂ ഒന്നും ഒക്കണില്ല. ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ ഒക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ രാജഗിരിയേക്കാൾ മെച്ചമായിട്ടുള്ള ഇതിനേക്കാൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവർക്ക് പോകേണ്ടത്. അങ്ങനെയുള്ള അവിടെ അതിനുള്ള നിയമങ്ങളൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ വിപിനാണ് ഒരു ഡോക്ടർ, ഹസ്ബൻഡ്. പിന്നെ ജോത്സനാണ് വൈഫ്. രണ്ടുപേരും ഡോക്ടറാണ്. അപ്പോൾ ഇവർ നല്ല ഹൈ പ്രൊഫൈലുള്ളവരാണ്. ഹൈ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഞാനീ സാക്ഷ്യം പറയേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാര്യം ഇതെല്ലാം ടെക്നിക്കൽ ടേംസുമാണ്. എല്ലാവർക്കും നമ്മുടെ അമ്മച്ചിമാർക്കൊന്നും മനസ്സിലാകത്തില്ല. എന്നുവെച്ചാൽ ഹൈ പ്രൊഫൈൽ അവർക്ക് നല്ല മെരിറ്റുണ്ട്, അവർക്ക് പ്രൊഫൈലുണ്ട്. ഇപ്പോൾ ജോത്സനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയേറെ ഇൻ്റർനാഷണൽ ജേണലിലൊക്കെ അവിടെ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്, സയൻറ്റിഫിക് ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള എവിടെ പോയാലും കൈമുത്തിക്കൊണ്ട് അവർ എടുക്കും, ഒരു സംശയമില്ല. കാര്യം അവർക്ക് മെരിറ്റുണ്ട്. അതാണ് നമ്മുടെ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെരിറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇവരവിടെ ചെന്നെങ്കിലും മെരിറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ മെരിറ്റ് വർക്ക് ചെയ്യാതെ വന്നപ്പോൾ ജോത്സന് വിസ വീണ്ടും ഒന്ന് പുതുക്കിയിട്ട് രണ്ടാമത് പോകാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ ഒരു പ്രസംഗം കേട്ട്, എന്താ കാര്യം, നിങ്ങൾ മെരിറ്റ് നമ്മുടെ മെരിറ്റ് വർദ്ധിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് മെരിറ്റ് കൂടുതലുണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഈ ബിബിൻ എന്ന് പറഞ്ഞ ആരാണ്? ബിബിൻ ഒരു പൾമനോളജിസ്റ്റാണ്. എന്നുവെച്ചാൽ ഈ ശ്വാസകോശങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ
ശ്വാസകോശ വിദഗ്ധനാണ് പുള്ളി. MD ആണ്. MD എന്ന് വെച്ചാൽ MD ICUവിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ICU എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ലൈനിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളില്ലേ, അവരെ ട്രീറ്റ് ചെയ്യാനാണ് ആൾ ഡെഡ് ലൈൻ. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. അങ്ങനെ എല്ലാവർക്കും കിട്ടത്തില്ലത്. MD എടുത്തുകൊണ്ട് പൾമണോളജിസ്റ്റാണ്, ചൈൽഡായിട്ടുള്ളവരുടെ കുഞ്ഞുങ്ങളുടെ ഡോക്ടറാണ്. പക്ഷേ അത് ICUവിലെ സ്പെഷ്യലിസ്റ്റാണ്. അങ്ങനെ അത്രയും അധികം ആൾക്കാരെ ഉണ്ടാകത്തില്ല, വളരെ ചുരുക്കി വരെ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതിനുള്ളൊരു ആണ് ഇവർ അവരുടെ മനുഷ്യ പോയിരിക്കണത്. അവിടെ ചെല്ലുമ്പോഴും ഇയാളുടെ പ്രൊഫൈലിന് ഇത്രയും വെൽ റിക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റലിൽ ഇത്രയും എക്സ്പീരിയൻസ് അല്ലേ? ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ ഇതെല്ലാം മെരിറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മുടെ 50 ലക്ഷം രൂപ നമുക്ക് FD ഉണ്ടെങ്കിൽ അതിൽ കുറഞ്ഞ പ്രാർത്ഥന നമുക്ക് ഉണ്ടാകത്തുള്ളത്. നമ്മുടെ മെരിറ്റാണ് വില്ലനായിട്ട് എപ്പോഴും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ജോത്സ്യനെ പുതുക്കാൻ വന്നപ്പോൾ ജോത്സ്യനെ അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ട്, എന്താണ്, നിങ്ങൾ ഓവർ മെരിറ്റുള്ള ആൾക്കാർ സ്റ്റാറ്റസ് ലോ ചെയ്യണമെന്ന്. അത് അവർക്ക് വേണ്ടി ഈശോ എൻ്റെ കൂടെ സംസാരിച്ചതാണ്. അവരുടെ മണ്ടത്തരങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈശോ സോഷ്യൽ കൗൺസിലിംഗ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഓവർ മെരിറ്റുള്ള ആൾക്കാർ സ്റ്റാറ്റസ് ലോ ചെയ്യണമെന്ന് പറഞ്ഞു പ്രസംഗത്തിലുള്ളതാണ്. ഓവർ മെരിറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇവർ രണ്ടുപേരും ഹൈ മെരിറ്റ്സ് ഉള്ളവരും അവർ ഹൈ പ്രൊഫഷൻസി ഉള്ളവരാണ്. അതിന് പ്രൊഫഷണലിസ്റ്റാണ്, അതിന് എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ റെപ്യൂട്ടേഷനുണ്ട്, എല്ലാം ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഇവരാകുമ്പോൾ ആരാരും ഇവർ എടുത്തോളൂ എന്നാണ് ഇവർ പറയണത്. പക്ഷേ ഇവരാരും എടുക്കണില്ല, ഇവരെടുക്കണില്ല. ലോക്കൽ നിയമങ്ങളെല്ലാം വ്യത്യാസമുള്ളത് കണ്ട് ഇവരെടുക്കണില്ല. അപ്പോൾ ഇവർക്ക് പെട്ടതുപോലെ തോന്നി. ഇനി കുഞ്ഞിനെയും കൊണ്ട് പോയിട്ടുണ്ട്, കുഞ്ഞിനെയും പഠിപ്പിച്ചെടുക്കണം അവിടെ. ഇവിടെ നിന്നെല്ലാം TC എല്ലാം കട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. അവരവിടെ പെട്ടെന്ന് പറയുക, അവർക്ക് പെട്ട് കഴിഞ്ഞപ്പോൾ ജോത്സ്യനും വിപിനും പറഞ്ഞ് അവർ ഷെയ്ക്കായി. അവർ ക്ലച്ച് പിടിക്കണില്ല, ഇനി റിട്ടേൺ അടിക്കാനും പറ്റണില്ല, അവിടെ നിൽക്കാനും പറ്റണില്ല ഒരു വിഷയം. അപ്പോഴാണ് ഈ സ്റ്റാറ്റസ് ലോയിങ് കേൾക്കുന്നത്. കാര്യം ഉടമ്പടിയുടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു സിമ്പിൾ പ്രെയർ അല്ല. ഇതിൻ്റെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻസൊക്കെ നോക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് ആപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ എപ്പോഴും എനിക്ക് കർത്താവിനെക്കുറിച്ച് കുറേ ധാരണകൾ തന്നിട്ടുണ്ട്. ബൈബിൾ ഇല്ലാത്ത ഞാനൊന്നും പറയത്തില്ല. അതായത് സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്യണം. അതാണ് ഫിലിപ്പി 2:6 പറയണത്. ഫിലിപ്പി 2:5 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി ദൈവമായുള്ള സ്റ്റാറ്റസ് നിലനിർത്തേണ്ട ഒരു കാര്യമായി അവൻ പരിഗണിച്ചില്ല. അപ്പം നിങ്ങൾ ഡോക്ടറാകാം, കളക്ടറാകാം, ആ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യാതെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടത്തില്ല. എന്താ കാര്യം? സ്റ്റാറ്റസാണ് നിങ്ങളുടെ ദൈവം. ഇതിൻ്റെ വിഷയം തന്നെ വിഷയമാണ്. നമ്മൾ നോക്കുമ്പോൾ ഇതൊന്ന് വെടിപ്പായിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം, അതർ ഗോഡെന്ന് പറയുന്ന ആൾ ഈ സ്റ്റാറ്റസാണ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഇത് അതർ ഗോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നില്ലേ ബൈബിളിൽ? ഞാനല്ലാതെ മറ്റൊരു ദൈവം, അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, മറ്റൊരു ദൈവം ഇല്ലല്ലോ. പിന്നെ ഉള്ള ദൈവം ഏതാണ്? അപ്പോൾ നമ്മൾ ഓർക്കും വേറെ ഓരോ മതക്കാർക്കും ഓരോ ദൈവം തന്നെ. അതല്ല സംഭവം. മറ്റൊരു ദൈവം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ, നമ്മുടെ സ്റ്റാറ്റസ് തന്നെ, ഞാൻ കുറഞ്ഞ പുള്ളിയല്ല, ഞാൻ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വീടിൻ്റെ നില കൂട്ടിക്കൊണ്ടിരിക്കണില്ലേ? അതൊരു ദൈവം കളിയാണേ. വീടിൻ്റെ അപ്പടെ 2 പേരേ ഉള്ളൂ വീട്ടിൽ. 2 പേരും കാണത്തില്ല, മക്കളെല്ലാം ആസ്ട്രേലിയയിലും അമേരിക്കയിലൊക്കെയാണ്. ഇവിടെ അപ്പാപ്പനും അമ്മാമ്മയും മാത്രമേ ഉള്ളെങ്കിലും ഒരു 16 മുടി വെറ്റിടും. ഈ വെക്കുമ്പോൾ തന്നെ അവർക്കറിയാം അവരാരും ഇവിടെ വരാൻ പോകണില്ല, ഇതൊക്കെ വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്, ഇത് കണ്ടവൻ കൊണ്ട് തിന്നുമെന്നുള്ളതെല്ലാം എല്ലാവർക്കും അറിയാം. എന്നാലും മുറിക്ക് എണ്ണം കുറക്കത്തില്ല. എന്താണ്? ഞാനാണ് ദൈവം. അതാണ് വിഷയം. അത് സംഭവത്തിലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ വിറ്റ് കളയാകൊണ്ടാണ്. പെട്ടവരൊക്കെ വിൽക്കുന്നു നോക്കിയോ. ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയെ കരുതിയാൽ സ്വന്തം ദൈവമായിട്ട് ഉയർത്തിക്കഴിഞ്ഞാൽ അധമ വികാരങ്ങൾ കേൾപ്പിക്കപ്പെടും. റോമർ 1:29. അതാ വിഷയം. ഈ നമ്മുടെ ഒരു പ്രലോഭനം എന്ന് പറയുന്നത് ഞാനാണ് ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ പ്രലോഭനം എല്ലാം കൂടി ഇങ്ങനെ കാക്കയെപ്പോലെ ആർത്തിരമ്പണത് ഇവിടെയും.
അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്നെ ദൈവമാക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇവർ തന്നെ നോക്കുമ്പോൾ എന്താണ്, ഇവർക്ക് ഇവരുടെ പ്രൊഫഷനിൽ ഇവർ ഓക്കെയാണ്, എക്സ്പീരിയൻസ് ഓക്കെയാണ്, പ്രൊഫഷൻസി ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. എന്താണ്, ഈ വിഷയത്തിൽ ഇവരാണ് ദൈവം. പക്ഷേ വർക്കൗട്ട് ചെയ്യണില്ല. അപ്പോഴാണ് ജ്യോത്സന ഒരു പ്രസംഗം കേൾക്കുന്നത്, സ്റ്റാറ്റസ് ലോ ചെയ്യണമെന്ന്. സ്റ്റാറ്റസ് ലോ ചെയ്യുന്നതിന് ഉടമ്പടിയിൽ മാത്രമേ, ഇപ്പോൾ നൊവേന കൂടിയ സ്റ്റാറ്റസ് ലോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ കണ്ടൻറ്റ് വൈസ് അതൊരു സിമ്പിൾ വോക്കൽ പ്രെയറാണ്. ഇത് ഉടമ്പടി അങ്ങനെയല്ല, ഇത് പ്രോജക്റ്റ് പ്രെയറാണ്. ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് പ്രെയറാണ്, പക്ഷേ പ്രോജക്റ്റ് പ്രാർത്ഥനാ പദ്ധതിയാണ്. ഇതിൻ്റെ അകത്ത് ഒരു കണ്ടൻ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ലോയും കണ്ടൻറ്റാണ് കിടക്കുന്നത്. കാരണം പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു മനുഷ്യൻ തകർന്നു പോയാൽ അവന് സെൽഫ്, ഇപ്പോൾ ടെർമിനേറ്റർ ഫിലിമൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താണ്, തകർന്നു പോയി. അവനെ ഇട്ടിച്ച് ലേസർ ബോംബ് കൊണ്ട് അടിച്ച് തകർത്ത് കഴിഞ്ഞിട്ട് ടെർമിനേറ്ററിൻ്റെ ആ റോബോട്ട് ഇങ്ങനെ തകർന്നിട്ട് തുള്ളിയായിട്ട് ഇങ്ങനെ മെർക്കുറി തുള്ളിയായിട്ട് കിടക്കും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ മെർക്കുറി തുള്ളികളെല്ലാം കൂടി തമ്മിൽ ചോദിച്ച് ആ ടെർമിനേറ്ററായിട്ട് പിന്നെയും വരും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരാൾ തകർന്നു പോയാൽ ഒരാളെ തിരിച്ച് പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗമാണ് സ്റ്റാറ്റസ് ലോയിങ് എന്ന് പറയുന്നത്. അത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ജോൺസൺ അത് കേട്ടിട്ട് പറഞ്ഞ് ബിബിൻ ഡോക്ടറിനോട് പറയും, നമ്മൾ ഡോക്ടേഴ്സാണ്, പക്ഷേ നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോഴും നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്താൽ നമ്മളുടെ മെറിറ്റിലല്ലാതെ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഗ്രേസിൻ്റെ ഓപ്ഷൻ കിടക്കുന്നത് സ്റ്റാറ്റസ് ലോയിങ്ങിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഗ്രേസ് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ലോ ചെയ്യണം. അപ്പോൾ അവർ രണ്ടുപേർക്കും കൂടി, അവർ രണ്ടുപേരും നല്ല വിശ്വാസികളാണ്, അതാണ് ഏറ്റവും ബേസിക് ഗുണം. അപ്പോൾ അവരെന്ത് ചെയ്ത് ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ട് പോയി നടുറോട്ട് ചെന്നിട്ട് കൊടുക്കാൻ തുടങ്ങി. മലേഷ്യയിൽ ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ട് പോയി നടുറോട്ട് ഇരുന്നുകൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ കൂട്ടുകാരൊക്കെ വന്ന് പറഞ്ഞു, നിങ്ങൾ ഡോക്ടറല്ലേ, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ലെന്ന് പറഞ്ഞിട്ട് പോയി. ഇങ്ങനെ വരും ചെയ്യുക. ഇതൊക്കെ നമ്മുടെ റീസണല്ല ഉപയോഗിക്കുക. സയൻറ്റിഫിക് മേഖലയല്ല വർക്ക് ചെയ്യണത്, ശാസ്ത്രം പറയണതല്ലേ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. അപ്പോൾ കൂട്ടുകാർ ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് ഇവരോട് പറയും, നിങ്ങളിത് വിഡ്ഢിയാന്മാരെ, എന്തെങ്കിലും ഇത്രയും അധപ്പതിച്ച എന്താ കാര്യം, ഇതിങ്ങനെ ഒരു വിവരമില്ലാത്തവന്മാരല്ലേ ഇതൊക്കെ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ സ്ക്രൂ കയറ്റിയപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. എൻ്റെ ക്ലാസ് അവർക്ക് കൃത്യമുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ വരണം. നമ്മൾ അതായത് ദൈവം നോക്കണത് എങ്കിലും നീ എൻ്റെ നാമത്തെ, ആൾക്കാരിങ്ങനെ ഓരോ തോന്നിവാസമൊക്കെ പറഞ്ഞ് നമ്മൾ ഇടിച്ചു താത്താൻ നോക്കി, നമ്മളെ എങ്കിലും വെളിപാട് 3:8. വെളിപാട് 3:8. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. കണ്ട, അതാ വിഷയം. നോക്കി, വെളിപാട് 3:8 എന്താണ്? ഒന്നേറ്റ് പറഞ്ഞ്, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ദൈവം അറിയുന്നു. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. കൈയടിച്ചട്ടെ, ശ്രദ്ധിക്കട്ടെ. ദൈവം ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാം ചെയ്യാൻ പോകുന്നു. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് മാനേജ് ചെയ്യപ്പെടത്തില്ലെന്നല്ല, അത് കർത്താവ് മാനേജ് ചെയ്യുന്നതാണ്. ആർക്കും പൂട്ടാനാകാത്തൊരു വാതിൽ. അതായത് നിങ്ങളുടെ നിയമങ്ങൾക്കോ, നാട്ടിലെ നിയമങ്ങൾക്കോ, നിങ്ങളുടെ ശത്രുക്കൾക്കോ, നിങ്ങൾക്ക് പാരയെ സൂചി വെക്കുന്നവർക്കോ ആർക്കും പൂട്ടാനാവാത്തൊരു വാതിൽ ഞാൻ നിൻ്റെ മുമ്പിൽ സ്ഥാപിക്കുന്നു. അടുത്ത വചനം എന്താണ്? നിന്റെ ശക്തി പരിമിതമാണ്. നിന്റെ ശക്തി പരിമിതമാണ്. ഐ നോ ഇറ്റ്. എങ്കിലും നീ എൻ്റെ വചനം കാത്തു. അതാണ് പറഞ്ഞത്. അപ്പം നിന്റെ മെറിറ്റ് ചില സമയത്ത് പരിമിതമാകാം. പിന്നെ എന്താണ് ആ വാക്കിന് പ്രാധാന്യം എന്താണെന്നറിയാവോ? എങ്കിലും പറഞ്ഞേ. ഇത് ഏത് വചനമാ? വെളിപാട് 3:8. അതിനകത്തുള്ള വാക്യതാണ് പ്രധാനപ്പെട്ടത്. എങ്കിലും അതാണ്. ഇപ്പം ഈ ഡോക്ടറിനെ, ജോൾസനെ, ബിബിനെ മുമ്പിൽ വന്നിട്ട് അവരുടെ കൂട്ടുകാർ ഡോക്ടർ പറയുകയാണ്, വെളിവ് പോയി അറിയില്ലേ പോയിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്.
നമ്മൾ സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരല്ലേ, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ലേ, ഇങ്ങനെയൊക്കെ വലിയതൊക്കെ വിവരമില്ലാത്ത ആൾക്കാരാണ് ഈ റോഡിൽ നിന്നുകൊണ്ട് ഇതൊക്കെ കൊടുക്കുന്നത്, മതത്തിൻ്റെ പുറകെ പോകണതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുക്തിവാദികളായ ഡോക്ടർ ഇവരെ കുത്തിപ്പ് സംസാരിക്കും. അപ്പോഴും അവരത് മാറത്തില്ല. എങ്കിലും അതാ പറഞ്ഞു കേട്ടില്ലേ, ഇത് നമുക്ക് വേണ്ടതാണ്. ഇങ്ങനെ ആൾക്കാർ പറയണം, പറഞ്ഞിട്ട് നമ്മൾ നിലനിൽക്കണം. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇതുപോലെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകണം. നമ്മുടെ വീട്ടുകാർ വിശ്വാസം ചിലപ്പോൾ സമയത്ത് നമ്മളെ കുത്തിപ്പറയും, വിശ്വാസത്തിനെ തള്ളിപ്പറയും. ഇതെല്ലാം കൊള്ളാം, അധികമായാൽ അമൃതം വിഷമാണെന്ന് പറയും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകണേ അമ്മമാർ പറയും. ഇപ്പം തന്നെ ബിബിനോട് ജോത്സനൊക്കെ ഒരു പരിപാടിയുണ്ട്, രാത്രി ഇരുന്നുകൊണ്ട് സാക്ഷ്യം കേൾക്കും. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വൈഫ് രാത്രി ഇരുന്നുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഹസ്ബൻഡിന് സങ്കടം വരും. അപ്പോൾ ജോത്സനെ രാത്രി എങ്ങനെ ഇത് കേൾക്കാൻ പാടില്ലാതിരിക്കുകയല്ലേ എന്നിട്ടിരിക്കും. ആരാണ്? ഇപ്പം വൈഫ് രാത്രി ഇരുന്നുകൊണ്ട് കൃപാസനം സാക്ഷ്യം കേൾക്കുകയാണ്. അപ്പോൾ ജോത്സനോട് ബിബിൻ ചോദിക്കും, എൻ്റെ ജോത്സനെ രാത്രിയെങ്കിലും നീ ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പാടില്ലേ സാക്ഷ്യം എന്ന് ബിബിൻ ചോദിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് ഇതിൻ്റെ അഭിഷേകം കിട്ടിയിരിക്കുകയാണ്, ഇവരിതിൽ നിന്നാണ് സർവേ ചെയ്ത് വരണത്. അപ്പം ബിബിനത് മനസ്സിലായിട്ടില്ല, ബിബിൻ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ബിബിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പത്രം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ വിളിച്ച്, ഒരു ഹോസ്പിറ്റൽ, അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ഹോസ്പിറ്റൽ വിളിച്ചപ്പോൾ ഇവർ ഈ കുഞ്ഞുങ്ങളുടെ ഇതിന് അവർക്ക് ജോലി കിട്ടി, പക്ഷേ ഇയാൾക്ക് ജോലി കിട്ടിയിട്ടില്ല, വിപിന് ജോലി കിട്ടിയിട്ടില്ല. ഈ വിപിനെ വിളിച്ചപ്പോൾ എന്താ പ്രസവത്തിന് ഹയസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാൾ കുഞ്ഞുങ്ങളുടെ തന്നെ പൾമണോളജിസ്റ്റുകൾ ICU ഇൻറ്റൻസീവ് കെയറിലുള്ള ആളാണ്, അതിൻ്റെ ടെക്നീഷ്യനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ നമ്മളെപ്പോലെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നടത്തിയല്ല അവർ ആളെ എടുക്കുന്നത്, ഒരു പാനലാണ്. അത് പ്രൈവറ്റിൽ അങ്ങനെ ഇല്ല. ഇവിടെയൊക്കെ പ്രൈവറ്റുകാർക്ക് ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ഹോസ്പിറ്റലിലൊക്കെ ആളെ എടുക്കാൻ പറ്റും. മലേഷ്യയിൽ പറ്റത്തില്ല. മലേഷ്യയിൽ ഇതുപോലെ ICU ഇൻറ്റൻസീവ് കെയറിലേക്ക് പോകുന്ന ഹൈ ടെക്നീഷ്യനൊക്കെ എടുക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പാനലുണ്ട്, അത് സയൻറ്റിസ്റ്റുകളായിരിക്കും മിക്കവാറും. ആ മേഖലയിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആ പാനലിൻ്റെ 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങൾക്ക് ബിബിൻ മറുപടി പറയണം. അപ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ ബിബിനോട് ജോത്സന പറയും, നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഇത്തിരി ഉപ്പ് അവരുടെ കോലാരിയിടാം, മലേഷ്യയിൽ അവിടെ കൂടി കുറച്ച് ഉപ്പ് ഇടണം, ഒരു വിശ്വപ്രമാണം ചെല്ലണം, കുറച്ച് ഉപ്പ് പോക്കറ്റ് ഇടണം. അപ്പോൾ പറയും ജോത്സന, ഞാൻ അവിടെ കൊണ്ട് ഇടാം, പക്ഷേ എൻ്റെ പോക്കറ്റ് ഇടേണ്ട കാര്യമുണ്ട്. അതെന്നുവെച്ചാൽ ഇത് ആപ്ലിക്കേഷൻസാണ്. ഇവർ ഡോക്ടേഴ്സായത് സയൻറ്റിഫിക് പ്രൊഫൈലായ കാരണം ഇവർക്ക് കാര്യങ്ങളറിയാം, റീസണബിളായിട്ട് കാര്യങ്ങളറിയാം. പക്ഷേ ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ചളിപ്പുണ്ട് അവർക്ക്. എന്നാലും ജോസഫ് അതവിടെ കിടക്കട്ടെ, ആവശ്യം ഉണ്ടാകും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെയൊക്കെ പ്രോബ്ലം എന്ന് പറയണത്, ഉപ്പെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇത് നിങ്ങൾ പറയണ ഉപ്പല്ല ഇത്. ഇവിടുന്ന് നിങ്ങളത് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഈ സംഭവം. നമുക്ക് മെറിറ്റ് പോകത്തില്ലേ. നമ്മുടെ ഓപ്ഷൻ എന്താ? എമർജൻസി. ഇപ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞാൽ എമർജൻസി അല്ലേ ഓപ്ഷൻ അല്ലേ? അപ്പോൾ മെറിറ്റ് പോയി കഴിഞ്ഞാൽ ഉടനെ ഗ്രേസാണ് ഓപ്ഷൻ. ഗ്രേസിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൈയും കാലും പൊക്കിയിട്ട് നമ്മൾ നമ്മൾ കൈ പൊക്കിയിട്ട് പട്ടാളക്കാർ യുദ്ധം തോക്കുമ്പോൾ എന്താ പറയണത്? കൈ പൊക്കും അല്ലേ? യുദ്ധം പൊക്കിയിട്ട് തോക്ക് താഴെ വെച്ചിട്ട് കൈ പൊക്കും. അതുപോലെയുള്ള പരിപാടിയാണ് ഉപ്പിടൽ. എന്ന് വെച്ചാൽ എൻ്റെ മെറിറ്റ് തീർന്ന് ഇനി നീ മാത്രമേ എനിക്കുള്ളൂ, ഇനി നീ മാത്രമേ ഉള്ളൂ. അതാണ് ഉപ്പിടുന്നത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവകാശമാണ്. കർത്താവാണ് എൻ്റെ അവകാശം, എൻ്റെ മെറിറ്റായിരുന്നു എൻ്റെ അവകാശം എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. എൻ്റെ പ്രൊഫഷൻ, എൻ്റെ സർട്ടിഫിക്കറ്റ്, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ പ്രൊഫഷൻസി, എൻ്റെ ഇൻ്റർനാഷണൽ ഫോറങ്ങളിലുള്ള എൻ്റെ ആർട്ടിക്കിൾ, എൻ്റെ പ്രസിദ്ധീകരണമൊക്കെയാണ് എൻ്റെ മെറിറ്റ്. ആ മെറിറ്റ് ഇവിടെ ഡൈ ഔട്ടായി പോയി. ഇനി എന്താണ്? ഇനി നിൻ്റെ ഗ്രേസേ ഉള്ളൂ. അത് ഞാൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഇൻസ്ട്രുമെൻറ്റാലിറ്റിയാണ് ഈ ഉപ്പ് ഇംപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇനി എൻ്റെ അവകാശം എൻ്റെ മെറിറ്റല്ല, എൻ്റെ അവകാശം എൻ്റെ കർത്താവാണ്. കർത്താവ് വിചാരിച്ചാൽ ഞാനിവിടുന്ന് രക്ഷപ്പെടത്തുള്ളൂ. അതാണ് വിഷയം. അപ്പോൾ അതുകൊണ്ട് സംഖ്യാപുസ്തകം എടുത്തവനെ, സംഖ്യാപുസ്തകം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി. നീരാജനം കഴിഞ്ഞാൽ സോൾട്ടഡ്, അതായത് ലവണ ഉടമ്പടിയായി നീരാഞ്ജനമായി.
സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. ഇതിന് കവനന്റ് ഓഫ് ദി സാൾട്ട് എന്നാ പറയണത്, ഉപ്പിന്റെ ഉടമ്പടിയാണ്. ഉടമ്പടിയെന്ന് നമുക്ക് നിങ്ങളിപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഉപ്പൊക്കെ വെച്ചിട്ട് കൊടുക്കും. അതല്ല കൃപാസന ഉടമ്പടി ഉപ്പാ തരണത്. ഉടമ്പടി ഉപ്പ് എന്ന് പറയുന്നത് ഈ സംഖ്യ 18 വായിച്ച് നീരാജനം ചെയ്ത നീരാജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവണലിപ്തമായ ഉപ്പ് തളിച്ചെന്ന് അതിൻ്റെ അർത്ഥം. നെഞ്ചും വലത്തെ കാൽക്കുറകും പോലെ, അതായത് ബലിവസ്തുവിനെ കുറിച്ച് പറയണ ആടിനെ കുറിച്ച്, ബലിയർപ്പിക്കപ്പെട്ട ആടിനെ ചില നെഞ്ചും ആടിൻ്റെ നെഞ്ചും ഉപ്പ് തളിക്കും. പിന്നെന്താണ് വലത്തെ കാൽക്കുറകും പോലെ, വലത്തെ കാലത്തൂടെയും ഉപ്പ് തളിക്കും. പറ. അവയുടെ മാംസം നിനക്ക് അവകാശപ്പെട്ടതാണ്. ആർക്കാണ്? ലേവിയർക്ക്, പുരോഹിതന്മാർക്ക്. പറ. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി ഉപ്പ് തളിച്ചതായിട്ട് സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ലേവ്യ പുരോഹിതന്മാർക്ക് ഇപ്പം ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളില്ലേ, ഇപ്പം മോശ ഇവർ വാഗ്ദാന നാട്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും വാഗ്ദാന നാടിൻ്റെ 12 ഭാഗങ്ങളെ 11 ഭാഗങ്ങളെയും ഭാഗിച്ച് യൂദയ ഒരാൾക്ക്, സമറിയ ഒരാൾക്ക്, ഇങ്ങനെ ഭാഗിച്ച് കൊടുത്തു. അതാണ് ഇയാൾ വിടാത്തതിൻ്റെ കാര്യമേ. ഈ നെഥന്യാഹു ഈ യുദ്ധം നടക്കണില്ലേ, നെഥന്യാഹു ചുട്ടക്ക് വിടാത്തതിൻ്റെ കാര്യം അയാൾക്ക് ആ ഇസ്രായേൽ ഗോത്രത്തിന് ലഭിച്ചിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. അയാൾ സിറിയയിൽ പോയി നിൽക്കണം. എന്താ ഇപ്പം പോയി സിറിയയിൽ നിൽക്കണില്ലേ? ഇസ്രായേൽ പള്ളാൻ കയറിയിട്ട് അത് ഇതുപോലെ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ ഒരു ഓഹരിയായിരുന്നു പണ്ടത്തെ. അവരെ തല്ലി ഓടിച്ചു, റോമക്കാർ തല്ലി ഓടിച്ചപ്പോൾ ഇവർ കയറി, അറബികൾ അവിടെ കയറി ഇൻവൈറ്റ് ചെയ്തിട്ട് പിന്നീട് യുവന്നയുടെ കാലത്ത് 1948 ഇവർക്ക് ചെറിയൊരു പോർഷൻ അവർ വില കൊടുത്ത് വാങ്ങിച്ചതാണ് അവിടെ. പക്ഷേ അവിടെ മനസ്സിലിരിക്കുന്നത് ദാവീദിൻ്റെ കാലത്തുണ്ടായിരുന്ന അവരുടെ പോർഷനാണ് അവരുടെ മനസ്സിൽ. അതാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയണത്. ഇന്നത്തെ കാലത്ത് ഇത് മൊത്തം വില പോകുമെന്ന് നമുക്കറിയത്തില്ല. രക്തരൂക്ഷിതമായൊരു സബ്ജക്റ്റാണത്. പക്ഷേ എനിവേ ഇങ്ങനൊരു ചരിത്രം ഉണ്ട് അതിന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവം ഇങ്ങനെ ഓരോരുത്തർക്കും ജോഷുവയിലൂടെ എല്ലാം ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ലേവ്യരോട് പറഞ്ഞ്, അഹറോൻ എന്ന് പറയുന്ന പുരോഹിതൻ അയാളാണല്ല, അതൊരു ഗണമാണ്, അതൊരു വംശമാണ്. അത് പറഞ്ഞു, നിനക്ക് ഇസ്രായേലിൽ ഓഹരിയില്ലെന്ന് പറഞ്ഞു. ഇസ്രായേൽ നിനക്ക് ഓഹരിയില്ല. അപ്പം അഹറോന് ഒരു സങ്കടവും ഇല്ല. എന്താ പറയണത്? ഞാനാണ് നിൻ്റെ ഓഹരി എന്ന്. ഹല്ലേലൂയ. സംഖ്യ 18:20. കർത്താവ് അഹ്റോനോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. മെറിറ്റില്ലെന്നായി പറയണത്. മെറിറ്റില്ല, അവകാശമായില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. അതുകൊണ്ട് ഈ ലേവ്യർക്ക്, പുരോഹിതന്മാർക്ക് പ്രത്യേകിച്ച് സ്ഥലമില്ല. എന്താണ്? കർത്താവ് തന്നെയാണ് അവരുടെ ഓഹരി. അതുകൊണ്ട് കർത്താവിന് കൊടുക്കുന്നതെല്ലാം അവരുടേതാകും. അതുകൊണ്ടാണ് ഉപ്പ്, നെഞ്ചിൽ ഉപ്പ് തളിക്കും, തുടയിൽ ഉപ്പ് തളിച്ചും അത് അവർക്ക് കൊടുക്കും. അവർ ബലിയർപ്പിച്ചതിന് ശേഷം ആ ഭാഗം അവർക്ക് കൊടുക്കും. എന്താ കാര്യം? അത് കർത്താവിൻ്റെതാണ്. ഉപ്പ് തളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് കർത്താവിൻ്റെതാണെന്നാണ്. അതാണ് മിനി കൊണ്ട്. അത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ഉപ്പ് ഇങ്ങനെ കിലോ കണക്കിന് മഴിച്ചിട്ട് പോകുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ സെൻസ്. ഇങ്ങനെ വാരിക്കോരിക്കൊണ്ട് പോകണതല്ല ഉപ്പ്. അത് ഒരു ഡെപ്പി ഇരുന്നാൽ മതി. പക്ഷെ ചെയ്യണവന് എൻ്റെ ചെയ്യണ രീതി അറിയണം. അതിൻ്റെ പിന്നിലുള്ള ബൈബിൾ സത്യങ്ങൾ അറിയണം. അതൊരു ആപ്ലിക്കേഷൻസാണ്. എന്താണ്?
എനിക്ക് ഓഹരിയില്ല, എനിക്ക് അവകാശമില്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ അവകാശം ഞാൻ അടിയറവ് വെച്ചിരിക്കുന്നു. കർത്താവാണ് എൻ്റെ അവകാശം. അതുകൊണ്ടാണ് ഞാൻ ആ സ്ഥലത്ത് കൊണ്ട് ഒപ്പ്. അപ്പോൾ വിപിനെ സംബന്ധിച്ചിടത്തോളം വിപിൻ ഡോക്ടർ എന്ത് ചെയ്യും? തീർന്നു പോകാൻ ജീവിതം തീരുകയാണ്. അതുകൊണ്ട് ചെയ്യും എൻ്റെ പ്രൊഫഷൻസി എൻ്റെ പ്രൊഫഷൻഷിപ്പ് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അത് ഞാൻ അടിയറ വെക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? ഉപ്പ് കൊണ്ടുപോയി അവിടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അവിടെ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചെലുത്തോളും. എന്താണ്? കർത്താവാണ് എൻ്റെ അവകാശം. അകത്ത് കയറുമ്പോൾ ബോർഡ് ഓഫ് എക്സാമിനേഴ്സ് ഇരിക്കുകയാണ്. അപ്പോൾ അവർ 5 ചോദ്യങ്ങൾ ഉണ്ട്. അതിൽ ഒരാളുടെ ചോദ്യം ചോദിക്കും, അത് അറ്റൻഡ് ചെയ്യും. അങ്ങനെ 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നം, വിപിൻ കയറുമ്പോൾ തന്നെ അവരവരുടെ പൊസിഷൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ചോദ്യങ്ങളാണ് ഉള്ളത്. 5 ചോദ്യവും ഓരോ ചോദ്യമാണ്. അത് ഏതെങ്കിലും ഒരു ചോദ്യം തോറ്റു കഴിഞ്ഞാൽ 5ഉം തോറ്റതുപോലെ കണക്കാക്കും. അതാണ് പ്രശ്നം. കാര്യം ഇത് ICUയിൽ കിടക്കുന്ന ജീവനുമായിട്ടുള്ള അവസാന പോരാട്ടമല്ലേ. അതിന് കൃത്യമായിട്ട് ടെക്നിക്കലായിട്ടുള്ള നോളജ് അറിയണം, രാജ്യത്തിൻ്റെ നിയമങ്ങൾ അറിയണം. ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ കേസാവും, പിന്നെ ഇയാൾക്ക് അവിടെ പോരാൻ ഇയാൾ അകത്തായി പോകും. അതാണ് വിഷയം. നിസ്സാരമല്ല. വിദേശത്തൊക്കെയുള്ള ഡോക്ടർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിസ്സാരമല്ല ശരിക്കും. അതുകൊണ്ടാണ് അവർ ആൾക്കാരെ കാണാൻ കൂട്ടാക്കാത്ത പല കാര്യങ്ങളും. എല്ലാം എഴുതി മേടിച്ചിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ജീവിതം പോകും. പകരം കേസ് കൊടുക്കാൻ വേണ്ടി വക്കീലുമാരുടെ ഒരു പട തന്നെ നടക്കും ഡോക്ടർമാർക്കെതിരെ. പൈസ കിട്ടുന്ന ചിലപ്പോൾ ഇൻഷുറൻസ് ഉള്ള കാരണം ഇൻഷുറൻസിലാണല്ല ഇതെല്ലാം പോണത് അവിടെ. അത് കാരണം ഇതിങ്ങനെയുള്ള എല്ലാം ഒരു പണികളൊക്കെ നടക്കും അവിടെ. അപ്പം അതുകൊണ്ട് ഇവരകത്ത് കയറി കഴിഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞു 5 ചോദ്യമുണ്ട്. ഓരോ ചോദ്യവും ഒറ്റ ചോദ്യമാണ്. ആ ചോദ്യം അങ്ങനെ ചോദിച്ച് 4ഉം പറഞ്ഞാലും 5ാമത്തെ പറഞ്ഞില്ലേ ഔട്ടാവുമെന്ന് പറഞ്ഞു. എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ 4 ഇവൻ ചെയ്യും. 5ാമത്തെ ചോദ്യം വരുമ്പോൾ അവിടെ 5ാമത്തെ ചോദ്യം, ഇപ്പോൾ ഒരു ഡെത്ത് ലൈനിൽ കിടക്കുന്ന കുട്ടിയാണ്. ഡോക്ടറുടെ തീരുമാനമാണ് അതിനെ റിലീവ് ചെയ്യുകയോ അതിനെ കൊല്ലുകയോ ചെയ്യേണ്ടത്. അങ്ങനെ സിറ്റുവേഷൻസ് വന്നാൽ ഈ രാജ്യത്തിൻ്റെ നിയമം എന്താണെന്ന് ചോദിച്ചു. ഇയാളിതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ രാജ്യത്തെ നിയമം ഇയാൾക്ക് അറിയത്തില്ല. ഒരു കൊച്ചിന് ICU നമ്മൾ വെൻറ്റിലേറ്റർ മാറ്റുന്നില്ലേ, ആ ഡെത്ത് ടൈമിൽ കിടക്കുമ്പോൾ വെൻറ്റിലേറ്റർ മാറ്റണമെങ്കിൽ ആ രാജ്യത്തിനൊരു നിയമമുണ്ട് മലേഷ്യക്ക്. അതെന്താണെന്ന് ചോദിച്ച് ആ രാജ്യം എല്ലാം പഠിച്ച് ടെക്നിക്കലായിട്ട് എല്ലാം അറിയാം. പക്ഷേ ആ ലോക്കൽ കൺട്രിയുടെ നിയമങ്ങൾ അറിയത്തില്ല. അപ്പോൾ പോയി, സങ്കടം തീർന്നു, ജീവിതം തീർന്നു. പഠിച്ചതെല്ലാം പോയി. 4 പറഞ്ഞാണ്, 5ാമത്തെ പറയാൻ അറിയത്തില്ല. അവിടുത്തെ ലോക്കൽ നിയമം എന്താണെന്ന് അറിയത്തില്ല. അതിങ്ങനെ മാസം മാറിക്കൊണ്ടിരിക്കുന്ന നിയമമല്ലേ, അറിയാൻ പാടില്ല. തീർന്ന് അവരെ കണ്ണിങ്ങനെ നിറയും. തീർന്നില്ല, ഇറങ്ങിപ്പോരണ്ടേ. ഇറങ്ങിപ്പോരാൻ നേരത്ത് ഡോക്ടർ ചോദിക്കും, നീ സീംസ് ബി സോ പെർപ്ലസ്ഡ്, നീ വല്ലാതെ ഇരിക്കണില്ലാന്ന് ചോദിക്കും. അപ്പോൾ കാര്യം ആൾ ഔട്ടായല്ല. ഔട്ടായി കഴിഞ്ഞപ്പോൾ പറയും, എന്നിട്ട് ഈ ഒരു ഡോക്ടർ പറയും, നിനക്ക് ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഇപ്പം ഇല്ലെന്നേ ഉള്ളൂ, ഭാവിയിൽ നീ പഠിക്കുമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ എടുത്തിരിക്കണം എന്ന് പറയും. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതിൽ ആപ്ലിക്കേഷൻസാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ഒരു പ്രോജക്റ്റ് പ്രയറാണ്. അത് കൈകാര്യം ചെയ്യുമ്പോൾ ഇതുപോലെ ക്ലാസ്സുകൾ എപ്പോഴും അപ്ഡേഷൻസ് വാങ്ങിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ചില അപ്ഡേഷൻസ് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പഴയ ധ്യാനങ്ങൾ കൂടണം. ഇവർ പലരും ധ്യാനം കൂടുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിന്ദയും അപമാനവുമാണ്. നിങ്ങളെ സഹായിക്കേണ്ട സമയത്ത് ദൈവം സഹായിക്കത്തില്ല. എന്താ കാര്യം? ദൈവത്തോട് ചെയ്തിട്ടാണ് ചൊവ്വാഴ്ചയുള്ള ധ്യാനം കൂടിയേക്കുള്ളതെന്ന്. നിങ്ങളത് കൂടുന്നില്ലെങ്കിൽ എത്രയും വേഗം പഴയ ധ്യാനങ്ങളെല്ലാം എടുത്ത് കൂടിയിട്ട് കുടിശ്ശിക മാറ്റി കർത്താവിൻ്റെ സന്നിധിയിൽ കറക്റ്റായിട്ട് നിൽക്കാൻ നോക്കണം. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല
സ്വസ്ഥതേ അങ്ങേമാർ ചായുന്നു ഞാൻ. ജീവനേ സ്വസ്ഥതേ അങ്ങേമാർ ചായുന്നു ഞാൻ. Praise the Lord. Praise the Lord. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. എൻ്റെ മക്കളെ, വളരെ നല്ലൊരു സമയമാണിത്. കർത്താവ് പ്രസാദിച്ച് നിൽക്കുന്ന സമയമാണ്. നിങ്ങളെ വചനം കേട്ട് കേട്ട് വിശ്വാസം കൂടി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് രോഗത്തിന് ഈ സമയത്ത് സുഖപ്പെട്ട ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് രോഗമുള്ളത് ബ്ലീഡിങ് ആയാലും ശരി, ശ്വാസകോശ രോഗങ്ങളായാലും ശരി, സ്പോണ്ടിലോസിസ് രോഗങ്ങളായാലും ശരി, തൈറോയ്ഡ് രോഗങ്ങളെ പിസ്തുല ആയാലും PCOD ആയാലും എല്ലാം അതാ സ്ഥലങ്ങളിൽ അബ്ഡോമൻ രോഗങ്ങൾക്കെല്ലാം അടിവയിലാണ് കൈവെക്കേണ്ടത്. ശിരസ്സംബന്ധമായ രോഗങ്ങൾക്ക് ശിരസ് കൈവെക്കണം. അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് നിങ്ങളെ ആൾക്കാരെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വളരെ ഹാപ്പി ആകണം. ഒന്ന് ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. യേശുവേ തുല്യം ചെയ്യാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചെയ്യാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വസ്ഥതേ അങ്ങേമാർ ചായുന്നു ഞാൻ. ജീവനെ ജീവനേ സ്വസ്ഥതേ അങ്ങേമാർ ചായുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വരത്തിലെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണടച്ച ഒരു നിമിഷം കർത്താവ് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. യേശാവ് ഇസഹാക്ക് യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ പറയുന്ന സ്ഥലം അവസാന ആശീർവാദത്തിനായി ഇസഹാക്ക് യാക്കോബിനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ അവൻ്റെ മേലങ്കിയുടെ സുഗന്ധം അവൻ്റെ നാസികയിൽ കാണിക്കുമ്പോൾ ഇസഹാക്ക് പറയും, നീ എൻ്റെ മകൻ യേശാവ് തന്നെ. നിൻ്റെ ഉടുപ്പ് കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ്. ദൈവത്തിലെ നീ നിൽക്കുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച 10,000
കണ്ണീരൊക്കെ ദൈവം തുടച്ച ദൈവികമായ സ്ഥലത്താണ് നിൽക്കുന്നത്. നീ നിൽക്കുന്നതല്ല, നിന്നെ നിർത്തിയതാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ അങ്ങയുടെ തിരുമുറിവാർന്ന തിരുമുറിവാർന്ന വലത് കരം എൻ്റെ ശിരസിൽ വെക്കണമേ. ശിരസിൽ വയ്ക്കണമേ. അടിപ്പിണർ പോലെ അടിപ്പിണര് പോലെ വൈദ്യുത ആഘാതം പോലെ വൈദ്യുതാഘാതം പോലെ ദൈവികമായ ശക്തി ദൈവികമായ ശക്തി എന്റെ ശിരസിലൂടെ ഒഴുകട്ടെ. എന്റെ ശിരസിലൂടെ ഒഴുകട്ടെ. ശിരസിന്റെ രോഗങ്ങള്, ശിരസിന്റെ രോഗങ്ങള്, ശിരസിന്റെ സിസ്റ്റുകള് സിസ്റ്റുകള് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശിരസിലെ ക്യാൻസർ, ക്യാൻസർ കർത്താവിന്റെ നാമത്തിൽ, കർത്താവിന്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, എന്റെ തൊണ്ടകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുറിവാർന്ന ആണിപ്രതാർന്ന അത്ഭുതകർത്താൽ തൊണ്ടകളെ സ്പർശിക്കണമേ. പൊണ്ടരോസസ് രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ടോൺസിൽ രോഗങ്ങള്, തൊണ്ടവീക്കങ്ങള് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. എന്റെ കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന ആണിപ്രതാർന്ന അത്ഭുതകരം ശ്വാസകോശങ്ങളിലെ വെക്കണമേ. അടിപ്പിണ പോലെ ശക്തി ശ്വാസകോശങ്ങളിലെ പ്രസരിക്കട്ടെ. വലിവ് രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, വാൽവ് രോഗങ്ങള്, ബ്ലോക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ, കരൾ രോഗങ്ങള്, രോഗങ്ങള്, പാൻക്രിയാസ് രോഗങ്ങള് ഈശോയുടെ നാമത്തിൽ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി എന്റെ ശ്വാസകോശങ്ങളെ യേശുവിന്റെ രക്തത്താൽ കഴുകട്ടെ. മാരക രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നാഥാവരേ എന്നിൽ നിറയണമേ, നാഥാവരേ സൗഖ്യം നൽകണമേ, നാഥാവരേ എന്നിൽ നിറയണമേ, നാഥാവരേ സൗഖ്യം നൽകണമേ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അടിവയറ്റിലും വയറിലും കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കർത്താവായ ദൈവമേ, കുടൽ രോഗികള്, അൾസർ രോഗികള്, അർശസ് രോഗികള്, അതുപോലെ തന്നെ നടുവേദനയുള്ളവര്, ഹിപ്പിന് വേദനയുള്ളവര് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഉദര രോഗങ്ങള്, രഹസ്യ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ അടിപ്പിണ പോലെ ആഘാതം പോലെ ദൈവികമായ ശക്തി
ഇരിച്ചിറങ്ങട്ടെ. ദൈവത്തിന്റെ ശക്തിയാൽ മാരകരോഗങ്ങള്, അസ്ഥിരോഗങ്ങള്, കുഴകളുള്ള രോഗങ്ങള്, വാതരോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള് ദാവീദിന്റെ നാമത്തിൽ രക്തത്താൽ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള് മാറിപ്പോകട്ടെ. വളരെ ശ്രദ്ധയോടെ നിൽക്കേണ്ട സമയമാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ വിഷമസന്ധിയിലാകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ജോലിയില്ലാത്തവർ, ഉള്ള ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വേറെ കോമ്പറ്റീഷൻ ബേസിൽ വേറെ ആൾക്കാരും കമ്പനികളും ഏജൻസികളും ഒക്കെ പിടിമുറുക്കിയിട്ട് പണിയില്ലാതെ കൂടെ നിൽക്കുന്നവരെ നിലനിർത്താൻ പറ്റാതെ അവരും വേറെ ചിതറിപ്പോയിട്ട് അകപ്പാട് ഒറ്റപ്പെട്ടു പോയി സങ്കടപ്പെട്ട ഒത്തിരി മനുഷ്യരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥന സമയമാണ്. നിങ്ങൾ ഓർക്കുക, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിനക്കൊരു പരിഹാരം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നീ ശ്രദ്ധിച്ച് ഉടമ്പടി ജീവിക്കാൻ നോക്കുക. കർത്താവ് എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രക്രിയയിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷയിൽ കൂടെ തോറ്റുപോയിട്ട് ഇത് തന്നെയാണോ ഞാൻ പഠിക്കേണ്ടിയിരുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഇനി എനിക്ക് പിന്നോട്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വഴിമുട്ടി നിൽക്കുന്ന മക്കൾ പുതിയ വഴി അവർക്ക് തെളിച്ചു കൊടുക്കുന്ന സമയമാണ്. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ അത് വീട്ടിലെ പ്രയാസങ്ങളുണ്ട്. പലതരത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ പ്രയാസങ്ങളുണ്ട്. വീട് മൊത്തം പ്രശ്നമാണ്. വീട്ടിലോട്ട് ചെല്ലാൻ പറ്റുന്നില്ല, കയറാൻ പറ്റുന്നില്ല, വല്ലയിടവും പോയി ഒളിച്ചു പോയാലാൻ തോന്നിപ്പോകുന്ന രീതിയിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ കർത്താവെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ചെറിയ കടകളുണ്ട്, ജീവിത മാർഗങ്ങളുണ്ട്, അത് അടഞ്ഞു വരുന്ന ലക്ഷണമാണ്. കടക്കാരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ്. ചോദിക്കുമ്പോൾ പരിഭവമാണ്. ഇനി ഞാൻ എന്തെടുത്തിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുവെന്നറിയാതെ വേദനിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ചൈതന്യം പ്രസ്തുതിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വീടിൻ്റെ വഴിയില്ലാത്തവർ, വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തവർ, പാക ഉടമ്പടി നടക്കാത്തവർ, എല്ലാവരുടെ പേരും കർത്താവിൻ്റെ ചൈതന്യം പ്രസ്തുതിക്കട്ടെ. ശ്രുതിക്കട്ടെ. മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ദൈവപിതാവേ നന്ദി ദൈവപിതാവേ മഹത്വം ദൈവപിതാവേ ആരാധന സൗമ്യം എൻ്റെ മക്കളെ വളരെ ശ്രദ്ധയോടെ നിൽക്കേണ്ട സമയമാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരാൾക്ക് വേണ്ടി 1000 പേര് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവ് നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു നിൽക്കുന്ന സ്വർഗീയമായ നിമിഷമാണ്. ഒരൊത്തിയും പിടിയും കിട്ടാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഒരു പുതിയ വഴി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം. ചിലർക്ക് ജീവിത പങ്കാളി കിട്ടണില്ല. 45 വയസ്സായി, ജീവിത പങ്കാളി കിട്ടണില്ല. ഇനി കിട്ടുമോ എന്നറിയാൻ പറ്റാത്ത ആശങ്കയാണ്. അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല. നമ്മുടെ ജീവിതം ആകപ്പാട് തകരുകയാണ്. കുത്തഴിഞ്ഞ പുസ്തകം പോലെ കിടക്കും. തുന്നിക്കൂട്ടാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം, ചെയ്തുകൊണ്ടിരുന്ന രഹസ്യമായ കാര്യങ്ങളെല്ലാം പരസ്യമായി പോയത് കാരണം പലതരത്തിൽ എപ്പോഴും കുത്തും നോടും മേടിച്ച് എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചെത്താൻ മതിയെന്ന് തോന്നുന്ന രീതിയിൽ മാനസിക ഭാരമുള്ളവരെ കർത്താവ് സ്പർശിച്ച് അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ച് ശക്തിപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ
അങ്ങേപ്പോലെ യേശുവേ തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാമ്പത്തിക മാർഗങ്ങൾ തെളിഞ്ഞു വരാത്തവരെ, പല ബാങ്കുകളും മുട്ടിട്ട് ലോൺ കിട്ടാതിരിക്കുന്നവരെ, ആവശ്യപ്പെട്ട രേഖ കിട്ടാത്തവരെ, വീടിന് നമ്പർ കിട്ടാത്തവരെ, ഇനി ഈ വിഷയത്തിൽ ചെയ്യാൻ ഇനി ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാതെ പകച്ചു നിൽക്കുന്നവർ, 2-3 ഏജൻസിക്ക് പൈസ കൊടുത്ത് എല്ലാ പൈസയും പോയി, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്നവർ, ശരിക്കും പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ എന്തെങ്കിലും സങ്കടം പറയുമ്പോൾ ആ കേൾക്കുന്നവർ പറയും ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇപ്പം എങ്ങനെ ഇരിക്കണം, താനേ കയറിയാൽ കൊയ്യാലില്ല, അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിൽ തന്നെ ആശ്വാസമില്ലാതെ ചവിട്ടി പുറത്താക്കപ്പെടുന്നവർ. കർത്താവേ, അവർക്ക് അങ്ങ് മാത്രമേ, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു ഒറ്റ വാക്കിലാണ് ഈശോയെ അങ്ങനെ മക്കൾ ഇവിടെ നിൽക്കുന്നെന്ന് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ജീവനേ ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ, അവിടെ വിസ കട്ടാകാൻ പോകുന്നു, അവർക്ക് വിസ പുതുക്കി കിട്ടണില്ല, ഇനി എന്ത് ചെയ്യുന്നവർക്കൊരു ഐഡിയ ഇല്ല, കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയി വിസയും പുതുക്കാൻ പറ്റണില്ല, ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ പ്രോജക്റ്റും തീർന്ന് തിരിച്ചു പോരേണ്ടി വരുന്നു, വിസ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ കുഴങ്ങിക്കിടക്കുന്നവർക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ അരുവി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ്. ജീവിതത്തിനുണ്ടാകുന്ന ഓരോ വിഷയങ്ങളെല്ലാം പേപ്പർ സംബന്ധമായ രേഖ സംബന്ധമായ സൈൻ ചെയ്ത് കിട്ടേണ്ട ഒരു അവസ്ഥകളിൽ നിൻ്റെ എല്ലാ പേപ്പറുകളും സൈൻ ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്ന തടസ്സങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാവരും മുട്ട നിൽക്കുക. മുട്ട നിന്നാണ് സമാപന ആശീർവാദം മേടിക്കേണ്ടത്. ഇപ്പോഴും മൗനമായിട്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ്, ഓൺലൈനിലുള്ളവർ പ്രത്യേകിച്ച്.